രാവിലെ ആയിട്ടുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ ആയിട്ടുള്ള ഒരു 3 കോളോളം വന്നിട്ടുണ്ട് നമ്മുടെ നാരക ചെടികൾക്ക് എന്താ വളം കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്താണ് കൂടുതൽ ഫ്ലവറിങ്ങും വളർച്ചയൊക്കെ ചെടികൾ നടക്കുക, ഇതേ രീതിയിലൊക്കെ കായ്ക്കൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ടത് പറഞ്ഞാൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഈ 3 സാധനം മാത്രം കൊടുത്താൽ തന്നെ നാരക ചെടികൾ അത്യാവശ്യം വളരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊക്കെ കിട്ടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത് തിരഞ്ഞെടുക്കൊന്നും വേണ്ട, കിട്ടുകയാണെങ്കിൽ തിരക്കടൊന്നുമില്ല. നമ്മുടെ ഉള്ളിത്തൊലിയാണ്. അപ്പോൾ ഞാൻ ഇടക്കിടക്ക് കാണിക്കാറുണ്ട്. ഇതാ ഇതേ രീതിയിൽ നമുക്ക് ചാക്കണക്കിന് ഉള്ളിത്തൊലി ഇതാ കിട്ടും. ഉള്ളിത്തൊലി മാത്രമല്ല ഒരുപാട് സംഭവം പൊട്ടിച്ച് കാണിച്ചു തരാം തന്നെ. അപ്പം നാരക ചെടിയുടെ കടക്കുന്നൊരു 2-3 അടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതാ ഇതേ രീതിയിൽ ഉള്ളിത്തൊലിയൊക്കെ ഇട്ട് കൊടുത്താൽ, ഇപ്പോൾ മഴക്കാലമാണ്, നല്ല അഴുകിയിട്ട് ചെടിയുടെ നേരെ കടക്കിലേക്ക് അങ്ങനെ വളമായി ചേർന്നോളും. നേരെ കടഭാഗത്ത് ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിത്തൊലി അഴുകിയിട്ട് ഫംഗസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെടിയുടെ കടക്കുന്ന കുറേ വിട്ടിട്ട് നമ്മൾ ഇതേ തരത്തിൽ ഉള്ളിത്തൊലിയോ പഴത്തൊലിയോ കോഴിമുട്ടത്തോടോ ഒക്കെ ഇട്ട് കൊടുക്കട്ടോ. നമ്മുടെ നാരകത ഇതേ രീതിയിലാണ് കഴിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ ഇട്ട് കൊടുക്കുക, നമുക്ക് നന്നായിട്ട് വളമായിട്ട് മാറിക്കോളും. അപ്പോൾ സംഭവം അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണ്ട. ബൈ.